ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നമ്മുടെ സഹായകരുമുണ്ട്, സഹോദരരുമുണ്ട്. അതെ, ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാണുന്നവരിൽ സഹോദരങ്ങളുള്ളവരുണ്ട്, ഉള്ളതും കണക്കാ ഇല്ലാത്തതും കണക്കാന്ന് പറയുന്നവരുണ്ട്. ഉണ്ടായിട്ട് എന്താ ബ്രദറെ കാര്യം എന്ന് പറയും. ചിലർ പറയും സഹായിക്കാൻ കൂടപ്പറപ്പങ്ങളെക്കാൾ രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ ദൈവമേ അന്യരാണ് എന്ന് പറയുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഉള്ളതും കണക്കാ ഇല്ലാത്തതും കണക്കാ. എന്നാൽ ഇത് രണ്ടിനെയും അതിശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ രണ്ടിനെയും കടന്ന് അവരൊന്നും വെറുക്കാനോ അകറ്റാനോ ഉപേക്ഷിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. സഹായകരായാലും ആർക്ക് ആരുടെ സഹായമാണ് വേണ്ടി വരുന്നത്, ആർക്കാണ് നമ്മൾ സഹായിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. മരിച്ചാലും നിന്റെ സഹായം മാത്രം വേണ്ട എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് ചിലപ്പോൾ അവരെ തന്നെ വേണ്ടി വരും. ഈ കോവിഡ്, പ്രളയം, സുനാമി ഇതെല്ലാം കാലം തെളിയിക്കുന്നത് പോലെ ഇതുപോലത്തെ പല സംഭവങ്ങളും തെളിയിച്ച് കഴിഞ്ഞതാണ്. നമുക്കതിൽ പല വാർത്തകളും സംഭവങ്ങളും അറിയാനും അനുഭവിച്ച് അറിയാവുന്നതുമാണ്. അതുപോലെ കൂടപ്പറപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് വെക്കാൻ വേറെ ആരുമില്ല. എന്തെല്ലാം വഴക്കിട്ടെന്ന് പറഞ്ഞാലും സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഫോമോ അല്ലെങ്കിൽ കോടതിയിലോ ഏതെങ്കിലും കാര്യത്തിന് സത്യവാങ്മൂലമോ രേഖകളോ കൊടുക്കണമെങ്കിൽ സഹോദരങ്ങളില്ലെന്ന് വെട്ടിയിടൂല. എല്ലാം വിശദമായിട്ട് എഴുതണം. എത്ര വഴക്കായാലും ഒരിക്കലും ബന്ധമില്ലെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ തന്നെ ഒരാളുടെ DNA ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ അടുത്തിടെ വർഷങ്ങൾക്ക് മുമ്പ് മൃതിയടഞ്ഞ അനാഥ പ്രേതങ്ങൾ, അപ്പോൾ അതുമായിട്ട് തെളിയിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ബന്ധത്തിൽപ്പെട്ടവരുടെ DNA ഒക്കെ പരിശോധിച്ച് തെളിവ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഇത് ആരുടെയാണെന്ന് കണ്ടെത്താനായിട്ട് സഹായിച്ചു. അതുകൊണ്ട് ദൈവം ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം വഴക്കാണ്, മിണ്ടൂല്ല, ചത്താലും കൂടൂല്ല എന്ന് പറഞ്ഞാലും ദൈവം വെച്ച തെളിവുകൾ ആർക്കും മായ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വചനം ഇതാണ്, പ്രഭാഷകൻ 40:24. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നില്ല, ചെയ്തിട്ട് എന്താ കാര്യം, നന്ദിയില്ലാത്ത ജാതിയാണെന്നൊക്കെ നമ്മൾ പറയുന്ന പരോപകാര പ്രവൃത്തികളുണ്ടല്ലോ, ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ ഇതാണ്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കി ഇരിക്കത്തില്ല. ദൈവത്തിന് കൊടുത്താൽ ഒന്നും പാഴായി പോകത്തില്ല. ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ, സഹായം ആവശ്യമുള്ള ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന ശരണാർത്ഥികളും ബലഹീനരും ദുർബലരും ദരിദ്രരും ഉണ്ടല്ലോ, അവരെ ദൈവത്തിൻ്റെ മുഖം വെച്ച് കാണാനും സഹായിക്കാനും പെരുമാറാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സഹായകരും സഹോദരരും പോലും ഓടിയെത്താത്ത, ഇല്ലാത്ത കാര്യങ്ങളിൽ, വിചാരിക്കാത്ത വഴികളെയും കാര്യങ്ങളിൽ കൂടെ അത്ഭുതം നടക്കും.